പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി ഒരിക്കൽ കൂടി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചു കൊടുത്ത് യേശുക്രിസ്തുവിന് നന്ദി സ്തുതിയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മൾ ലോകം അങ്ങനെ കാതോർത്തിരുന്ന് ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികളെ നോക്കി കാണുകയാണ്. കാരണം യുദ്ധം കനക്കുന്നു, യുദ്ധം നടക്കുന്നു, യുദ്ധം മുന്നോട്ട് വന്നു. തീരുമാനത്തിനായി ആരും അണയുകയോ സന്ധി സംഭാഷണങ്ങളൊന്നും നടക്കുകയും ചെയ്യുന്നില്ല. യുദ്ധങ്ങൾ അതിൻ്റെ വിവിധ മോഡലുകളിൽ മുന്നോട്ട് പോവുകയാണ്. ഈ പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നതിനെ പോലെ തന്നെ കമൻറ്റുകളിലും കേൾക്കും. ചിലർ പറയുന്നു ഗൾഫ് മേഖല പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനിപ്പോൾ UAE-യിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രശ്നമുള്ളവർ വിമാനത്താവളത്തിൽ കെട്ടിക്കിടന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കുക? അപ്പോൾ പ്രശ്നങ്ങളുണ്ട്, ചില മേഖലകളിൽ പ്രശ്നങ്ങൾ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് കർത്താവ് എഴുതി വച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ശിരസിലേക്ക് നമ്മൾ വരേണ്ടത് 2027 എന്ന സംഖ്യ വിശുദ്ധ ഗ്രന്ഥപ്രകാരം തുടങ്ങുന്നത് 2033 പോയി അതിനുശേഷം 34 ഒന്ന് തൊടാൻ വേണ്ടിയിട്ടാണ്. 2027 നിന്നും 7 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എത്തുമ്പോഴേക്കും ലോകം അവസാനിക്കും. മറ്റൊന്ന് 2026 അവസാന കാലഘട്ടം മുതൽ 2033 വരുമ്പോൾ ഉണ്ടാകുന്ന ആ 7 വർഷം അല്ലെ ആ 6 വർഷത്തിനുള്ള ആ സംഭവം, അതിനെല്ലാം കൂടി പറയുന്നതാണ് യുഗാന്ത്യം. ആ യുഗാന്ത്യം അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കേണ്ട ശാസ്ത്രീയമായിട്ട് കൂടി തിരുവചനത്തെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ദാനിയേൽ പുസ്തകം 9-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാനിയേലിനോട് കർത്താവ് പറയാണ്, അതുകൊണ്ട് നീ ഗ്രഹിക്കുക. ഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വസ്തുതയെ ഒറ്റ സെക്കൻഡ് കൊണ്ട് 3 തലത്തിലും മനസ്സിലാക്കണം. മനസ്സ്, ശരീരം, ആത്മാവ്, ആ 3 തലത്തിലും ഒരു വസ്തുതയെ ഒറ്റ സെക്കൻഡ് മനസ്സിലാക്കുന്നതാണ് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, വൈദ്യുതിയിൽ സ്പർശിക്കരുത്, തൊട്ടാൽ നീ മരിക്കും. അപ്പോൾ മനസ്സും ശരീരം ഒറ്റ സെക്കൻഡ് എന്ന് പറയുകയാണ്, ശരിയാണ്, അത് തൊട്ടാൽ ഒറ്റ സെക്കൻഡ് നീ മരിക്കും, തൊടരുത്. ആ 3 തലവും അവനോട് അംഗീകരിച്ചു, അരുത് എന്ന് വിലക്കി. എന്നാൽ അടുത്ത പ്രസ്താവന വരികയാണ്, തീക്കനലിൽ തൊട്ടാൽ നീ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സും ആത്മാവും പറഞ്ഞു, തീക്കനലിൽ തൊട്ടാൽ പൊള്ളിക്കുള്ളൂ, മരിക്കുകയില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ളതാണ്. എന്നാൽ വൈദ്യുതി സ്പർശിച്ചാൽ മരിക്കുന്നു പറഞ്ഞതോ ഒറ്റ സെക്കൻഡേ മനസ്സിലാക്കുള്ളൂ. എന്നതുപോലെ ഈ ലോകത്ത് ജോലി തേടിയും സമ്പത്ത് തേടിയും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ എല്ലാ മനുഷ്യരും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ടിയിരുന്നത് കാലം എവിടെ എത്തി എന്നതിനെ ആസ്പദമാക്കിയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കിഴക്ക് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ശോഭ കണ്ടാൽ അല്ലെങ്കിൽ കാറ്റും പിശറുമുണ്ടായാൽ അന്ന് മഴയുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. പടിഞ്ഞാറ് വലിയ പ്രകാശം കണ്ടാൽ വേനൽക്കാലം അടുത്തു വരുന്നുണ്ട് നിങ്ങൾ പറയുന്നു. ഇങ്ങനെ കാലത്തിൻ്റെ ഭേദങ്ങളെ, ഋതുഭേദങ്ങളെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൻ്റെ പശ്ചാത്തലങ്ങളെ, അതിൻ്റെ അവസ്ഥകളെ, ആ കാലഘട്ടങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്നിട്ട് കർത്താവ് പറയാണ്, നീ ഗ്രഹിക്കുക. ജെറുസലേമിൻ്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടതു മുതൽ അഭിഷിക്തനായ രാജാവ് വരുന്നവരെ 7 ആഴ്ചകളുണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകളുണ്ടാകും. അക്കാലത്ത് വീഥികളും കിടങ്ങളും പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശ്വമന്ദിരത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25 മുതൽ തിരുവചനങ്ങൾ. അവിടെ വരുമ്പോൾ ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ വ്യക്തമായിട്ട് ആ കാലഘട്ടത്തിൽ, അന്ന് 3000 വർഷങ്ങൾക്ക് മുഴുവനാണ്, അന്ന് അക്കാലത്ത് കിടങ്ങളും വീഥികളും പണിയും. ഇതാണ് ഇന്ന് നമ്മൾ കാണേണ്ടത്. ഇതിന് പറയുന്ന പേരാണ് ഇന്നത്തെ ബങ്കറിലേക്ക് മാറണം എന്ന് പറയും. അതുപോലെ തന്നെ രാജവീഥി പോലെ മനോഹരമായ റോഡുകൾ, ആ റോഡുകൾ, ബങ്കറുകൾ ഇഷ്ടംപോലെ പണിയുന്നു. റോഡ് സംവിധാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഇഷ്ടംപോലെ അടയ്ക്കാനും തുറക്കാനും ഒക്കെ സാധിക്കുന്ന സംവിധാനങ്ങൾ. അങ്ങനെ ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ബങ്കറുകളൊക്കെ നിർമ്മിക്കാനും
വലിയ കെട്ടിടങ്ങൾ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിട്ട് അത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ആഴങ്ങളിലേക്ക് കെട്ടിടങ്ങൾ ഇറക്കുന്നു. അതിൻ്റെ സൈഡിലൊരു ബങ്കർ ഉണ്ടാക്കുന്നു, അത് മുകളിൽ നിന്ന് മൂടുന്നു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്ന ഈ പശ്ചാത്തലം ഇപ്പോഴാണ് ഇരിക്കുന്നത്. അതിൽ ഒരു ശാസ്ത്രീയ ലക്ഷണം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അക്കാലത്ത് കിടങ്ങുകളും പണിയും എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ദേവാലയത്തിൻ്റെ ചിറകുമേൽ കർത്താവിന് പറയാം അതിൻ്റെ അവസാന പ്രളയമായിരിക്കുന്നുണ്ട്. അപ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയിലേക്ക് പോകുന്നതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഈ ലോകമുള്ളത്. ആ പണി എന്ന സംഭവം നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്. ദേവാലയത്തിൻ്റെ ചെറുകമേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവം ഒരുക്കിയ വിധി വിനാശകൻ്റെ മേൽ പതിക്കുന്നവരെ അത് അവിടെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അതിനുശേഷം 10-ാം തീയതി വരുമ്പോൾ കർത്താവ് പറയുകയാണ്, പേർഷ്യ രാജാവായ സൈറസിൻ്റെ 3-ാം ഭരണവർഷം ബെൽഷാസർ എന്ന് വിളിക്കപ്പെടുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു. ആ കർത്താവ് പറയുകയാണ്, കർത്താവ് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിന് തന്നെ അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ആ വലിയ യുദ്ധം എന്ന് പറയുന്നത് ആരംഭിച്ചിട്ടില്ല. ഈ കാലഘട്ടങ്ങളിൽ കിടങ്ങുകളും വീതികളും ബങ്കറുകളും അതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അതൊക്കെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഈ പശ്ചാത്തലം ഇത്രയൊക്കെ വന്നിട്ടും ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ വലിയ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദാനിയേൽ പറയാൻ 10:1. ആ വലിയ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകം 2 ചേരിയിലേക്ക് മാറുക, 2 സെക്ഷനായിട്ട് മാറുക. പകുതി ലോകരാഷ്ട്രങ്ങൾ ഒരു വഴിക്കും പകുതി ലോകരാഷ്ട്രങ്ങൾ മറ്റൊരു വഴിക്കും. അങ്ങനെ നിന്നുകൊണ്ട് ലോകം അന്ത്യത്തിലേക്ക് അടുക്കുന്ന വലിയ ഭീകരവും ഭയാനകമായ യുദ്ധം വരുന്നതിനെപ്പറ്റി കർത്താവ് 3000 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പറഞ്ഞിരിക്കണം. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചാണ്. അത് സത്യം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? സത്യം എന്ന് പറഞ്ഞാൽ തെളിവോട് കൂടിയത്, ശാസ്ത്രീയമായത്, വിശ്വസിക്കാവുന്നത്. ഇപ്പം നമ്മൾ ഈ യുദ്ധങ്ങളെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ ഈ മിസൈലിൽ പോകുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും തീ ഉണ്ടാകും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ശാസ്ത്രീയമായിട്ട് ശരിയാണ്. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകൻ കർത്താവ് പറയുന്നത്, ഗാസയുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയക്കും എന്ന് പറഞ്ഞാൽ ഒരു വചന രൂപത്തിൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ അത് സംഭവിക്കുന്നതായിട്ട് നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ ദൃക്സാക്ഷികളോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒന്ന് വീഴുന്നു, പിന്നെ അവിടെ തീയാണ്. അപ്പോൾ കർത്താവ് അയക്കുന്ന മിസൈലിൽ തീയുണ്ടെന്നും ആ തീ കത്തുമെന്നും ഒക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സത്യമാണ്, നമ്മൾ ബോധ്യമാവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ശാസ്ത്രീയമായും സത്യമാണ്, ശാസ്ത്രീയമായും ശരിയാണ്, വചനപരമായും ശരിയാണ്. അതെല്ലാം കർത്താവ് പറയാണ്. അതിനുശേഷം വീണ്ടും ദാനിയേൽ 10:14 വരുമ്പോൾ കർത്താവ് പറയാണ്, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ചു മൂകനായി നിന്നു. മനുഷ്യനെപ്പോലുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വാ തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്ത് നിന്നതിനോട് ഞാൻ പറഞ്ഞു, പ്രഭോ, ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു, എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസന് അങ്ങയോട് സംസാരിക്കാനാവും? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല. കർത്താവ് ദർശനം കൊടുത്തപ്പോൾ ദാനിയേൽ പ്രവാചകൻ ശക്തിയില്ലാത്തവനായി അസ്തപ്രജ്ഞനായി നിലത്ത് വീണെന്ന് കർത്താവ് പറയുന്നുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ആ സംഭവത്തെ കണ്ട് ഈ 2000-3000 വർഷങ്ങളും ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് 3-4 ലോക മഹായുദ്ധം വരുമെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ധാരാളം വാർത്ത കേൾക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ മനസ്സുകൊണ്ട് കണ്ട്, ഭാവനയെ കണ്ട്, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഇന്ന് ഉയർന്നു നിൽക്കുന്നതായ മുഴുവൻ കെട്ടിടങ്ങളും താഴെ വീഴും. ഇന്ന് കണ്ണി കാണുന്നതായ വിമാനത്താവളം, പാലങ്ങളും എല്ലാം എന്നേക്കുമാണ് നശിപ്പിക്കും. ഈ ജോയൽ പ്രനബ്സ് പറയുന്നുണ്ട്, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മരത്തിലെ ഇലകൾ, ഭൂമിയിലെ പുല്ല് മുഴുവനും കരിഞ്ഞു പോകുന്നതായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്തിട്ട് നമുക്ക് ബോധക്ഷയം ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് വല്ല വിഷമമുണ്ടോ? പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വിഷമം ഉണ്ടാകാത്ത? അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിനെപ്പറ്റി ദൈവത്തിൻ്റെ ദർശനങ്ങളിൽ സർവശക്തനായ ദൈവം എന്തൊക്കെ ഈ വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മളും അതിജീവിക്കേണ്ടി വരുമോ? അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നതിനെപ്പറ്റി പഠിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമുള്ളൂ, നാം വിഗ്രഹാരാധനയിലാണ്. ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹാരാധനയിൽ നിന്നും ഓടികളും രക്ഷപ്പെടുവിൻ. കർത്താവ് പറയാണ്, ആ വിഗ്രഹാരാധനയുടെ സമയമാണിപ്പോൾ. പ്രിയപ്പെട്ടവർ, നമ്മൾ പണം തേടി ധനം തേടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയൊരു ശാപം നടക്കുന്നുണ്ട്. നമ്മൾ അധ്വാനിച്ച് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ UK പോകുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിൽ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ആദ്യമായിട്ട് പോകുന്ന ഭാര്യയാണ്. അവളെ നേഴ്സിംഗ് ആവുമ്പോഴത്തേക്കും അവളെ വിവാഹം കഴിച്ചു, ഒരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞാകുന്നേ ഉള്ളൂ. അപ്പോഴത്തേനും അവരെന്ത് ചെയ്തു? ഭാര്യ സ്ത്രീ നേഴ്സായതുകൊണ്ട് UK പോയി, ഭർത്താവ് ഇവിടെ ഒറ്റയ്ക്കായി.
ആ പശ്ചാത്തലത്തിൽ ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെടുമ്പോണ്ടാകുന്ന വേദനകൾ, അസ്വസ്ഥതകൾ, കുടുംബജീവിതം ശരിയാകാതെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കേണ്ട സ്ഥലത്ത്, താമസിക്കേണ്ട സമയത്ത് വേണ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ ഭാര്യയ്ക്ക് വിമിഷ്ടം, ഭർത്താവിന് വിമിഷ്ടം, അതൊക്കെ വലിയ ദുരന്തങ്ങൾ. പിന്നീട് ഭാര്യയും ഭർത്താവും മാറി താമസിക്കുമ്പോൾ അദ്ദേഹം മൊബൈൽ ഫോണിന് അടിമയാവുന്നു, ടെലിവിഷൻ അടിമയാവുന്നു, ഒരുപക്ഷെ മദ്യം കഴിക്കുന്നു, അങ്ങനെ അശ്ലീലം കാണുന്നു, കേൾക്കുന്നു. അങ്ങനെ ഒരു തിന്മയുടെ രൂപത്തിലേക്ക്, തിന്മയുടെ അധമതനത്തിലേക്ക്, തിന്മയുടെ പിടുത്തത്തിലേക്ക് മനുഷ്യൻ മാറുകയാണ്. അതുപോലെ ഭാര്യയായാലും സ്ത്രീകളായാലും ധാരാളം ആ രീതിയിൽ അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്ന പ്രശ്നം. മറ്റൊന്ന്, മാതാപിതാക്കന്മാരെ പരിചരിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് 70 വയസ്സ്, 80 വയസ്സ്, 85 വയസ്സ്, ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ 88, 90, 92 വയസ്സുള്ള മാതാപിതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ 8 മക്കളെയും 10 മക്കളെയും വളർത്തിയത്. അന്ന് കറണ്ടോ, ഫോണോ, റോഡോ, വാഹനമോ, ടെലിഫോൺ സംവിധാനങ്ങളോ, ഇത്രമാത്രം ഭക്ഷണമൊന്നുമില്ല. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ദൂരെ പോയിട്ടൊക്കെയാണ് അന്ന് ഗോതമ്പ് പിടിച്ചുകൊണ്ട് വരുന്നത്, അരി പിടിച്ചുകൊണ്ട് വരുന്നത്, അരി സാധനങ്ങൾ വാങ്ങി വരുന്നത്. അപ്പോൾ അതുമാത്രം സഹനം. എന്നിട്ട് അവ ഈ 8 മക്കളെയും 10 മക്കളെയും വളർത്തി നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അവർ മാതാപിതാക്കന്മാർ ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. കപ്പയിട്ട് കാവൽ കിടന്ന്, കാട്ടുപന്നിയുടെ ശല്യത്തിൽ തന്നെ രക്ഷിച്ച്, രാത്രി കപ്പയ്ക്കകത്ത് പോയി കിടന്ന് ഉറക്കളിച്ച്, അതെല്ലാം വേനൽക്കാലമാകുമ്പോൾ വാട്ടി വെച്ച്, ആ കപ്പ ഉപയോഗിച്ചും കിട്ടുന്ന റേഷനറി ഉപയോഗിച്ചും മക്കളെ തീറ്റിപ്പോറ്റി വളർത്തി സംവിധാനമാക്കി കഴിഞ്ഞപ്പോൾ അവർ സമ്പത്ത് തേടി, പണം തേടി, സുഖ സൗകര്യങ്ങൾ നേടിപ്പോയപ്പോൾ മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് അവരെ പരിചരിക്കുവാൻ, അവർക്കൊന്നേരം വെള്ളം എടുത്തു കൊടുക്കാൻ, ഒരു ഗുളിക ഒന്ന് പൊളിച്ച് വായിലേക്ക് വെച്ചു കൊടുക്കാൻ ആളില്ലാത്ത വിധം മാതാപിതാക്കന്മാർ വേദനിക്കുന്ന അനേകം ഭവനങ്ങൾ, ഒന്നും രണ്ടുമല്ല, ആയിരങ്ങൾ, 14 ലക്ഷക്കണക്കിന് ഭവനങ്ങൾ ഉള്ളത് എനിക്കറിയാം. പ്രിയപ്പെട്ടവർ, ഇവിടെയൊക്കെ കർത്താവ് ആഗ്രഹിച്ച കാര്യങ്ങളല്ല ഇത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ വചനം പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പം മനസ്സിലാക്കണം. ഇപ്പം പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു, അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടുമിരിക്കുന്നു. അപ്പോൾ വ്യർത്ഥത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആദ്യം വിചാരിച്ചത് വ്യർത്ഥത എന്ന വാക്കിൻ്റെ അർത്ഥം അർത്ഥശൂന്യമായ, മൂല്യമില്ലാത്ത, വിലയില്ലാത്ത എന്നൊക്കെ ആയിരിക്കുന്നതാണ്. എന്നാൽ കർത്താവ് അത് ഒരു ദിവസം 2 ദിവസത്തിന് ശേഷം അതിന് യഥാർത്ഥ അർത്ഥം കർത്താവിനോട് പറഞ്ഞ് പറയുന്നത് പൊയ്മുഖം എന്നാണ്. വ്യർത്ഥത എന്ന വാക്കിൻ്റെ അർത്ഥം പൊയ്മുഖമാണ്. അത് 2 നില വാർക്ക വീട് പണിതാലേ, വലിയൊരു കാറ് മേടിച്ചാലേ, എൻ്റെ മകൻ UK അല്ലെ അമേരിക്കയിലാണെന്ന് ഒന്ന് വരുത്തി തീർത്താലേ, എങ്കിൽ അതനുസരിച്ചുള്ള ആഡംബര കല്യാണങ്ങളും ആഡംബര വീടുകളും ആഡംബര സമ്പത്തും തമ്മിലുള്ള ബന്ധങ്ങളും സ്ഥാപിച്ചെടുത്തുകൊണ്ട് കുടുംബജീവിതവും സമ്പത്തും ആഢ്യത്വവും പൗരത്വവും വലിയ സമ്പത്താണെന്ന് വിചാരിച്ചുകൊണ്ട് കെട്ടിപ്പടുക്കുമ്പോൾ ഇപ്പോൾ അത് നിലനിർത്താൻ മനുഷ്യൻ നെട്ടോട്ടമോടിയാണ്. സ്വന്തം ജീവനെ കൈപ്പിടിച്ചുകൊണ്ട് വിമാനത്താവളത്തിൽ 4 ദിവസം 5 ദിവസമായി കിടന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വിമാനം പറന്നാൽ മതിയായിരുന്നു, ഒന്ന് കയറി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ഈ സമയത്താണ് ചിന്തിക്കേണ്ടത്, നമ്മുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്ന സമയം ആയി. പ്രിയപ്പെട്ടൊരു സമ്പത്തിൻ്റെ പുറകെ പോകേണ്ട സമയമല്ല. ഈ യുഗാന്ത്യത്തിൽ, ഈ കാലഘട്ടം അവസാനിക്കാൻ പോകുന്ന ഈ പശ്ചാത്തലം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥനയുടെ ചൈതന്യം, വിശുദ്ധിയുടെ ശക്തി, പരിശുദ്ധി, കൗദാശിക തലത്തിൽ ആഴപ്പെട്ട് കുർബാനകൾ സ്വീകരിച്ചു കുമ്പസാരിച്ചും കുർബാന ധ്യാനം കൂടി പാപവും തിന്മയും എവിടെയാന്ന് കണ്ടെത്തി അതിനെ ഈ തൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും എടുത്തു കളഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ആത്മശരീരങ്ങളെ പരിശുദ്ധി കൊണ്ട് ഒരുക്കി പ്രാർത്ഥനാപൂർവ്വം കുടുംബത്തിലായിരിക്കേണ്ട സമയങ്ങളാണിതെല്ലാം. വേദനയുടെയും ആകുലതയുടെയും ദുഃഖത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കുടുംബങ്ങൾ ഇപ്പോൾ സമ്പത്തുണ്ടായാലും അവർക്ക് സമ്പത്തുള്ളതിനെപ്പറ്റി യാതൊരു സന്തോഷവുമില്ല. വലിയ വീടുണ്ടായിട്ടും അവർക്ക് അതിനകത്ത് കിടക്കാൻ പറ്റാത്ത വിധം അസ്വസ്ഥ നിറഞ്ഞ ജീവിതം. പിന്നെ എന്താണ് ഈ സമ്പത്തുകൊണ്ട് നേടുന്ന പ്രിയപ്പെട്ടവരെ? അതാണ് കർത്താവ് പറഞ്ഞ് പൊയ്മുഖമാണ് നാം ഈ കാണുന്നത്. പൊയ്മുഖത്തിൻ്റെ പുറകെയാണ് നാം ഓടിയത്. ആ പൊയ്മുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ചാൽ കാപട്യത്തിൻ്റെ അളവ് കൂടുതലാണ്. കപട ഹൃദയം ഉള്ളിൽ സൂക്ഷിച്ച് മുഖം കൊണ്ട് ചിരിച്ച് കാണിക്കുന്നതാണ് പൊയ്മുഖം അഥവാ കാപട്യം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും അവിടെ ഇല്ലേ 2 നിലയുണ്ടല്ലോ, വലിയ കാറുണ്ടല്ലോ, സ്വസ്ഥമാണ്, ആനന്ദമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഒന്നുമല്ല പ്രിയ സഹോദരനെ. സ്വസ്ഥതയും സമാധാനവും എപ്പോഴോ നഷ്ടപ്പെട്ടു. എന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നും UK എന്നൊക്കെ വിളിച്ച ആളുകളുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും വിളിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ കഥകളാണ് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ജോലി അമേരിക്കയിലുണ്ട്, USA UK ഒക്കെയുണ്ട്. പക്ഷേ അവരുടെ വേദനകളുടെ ആധിക്യമാണ് അവർ പറയുന്നത്. ജോലി ഉണ്ടായിട്ട് എന്ത് കാര്യം, പണം ഉണ്ടായിട്ട് എന്ത് കാര്യം, സ്വസ്ഥതയോ സമാധാനവും ഇല്ല. അതിവേദനയിൽ കൂടെ കടന്നു പോവുകയാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി, വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു. ഒരു സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി അവർ നാട്ടിൽ വന്നിട്ട് ധ്യാനം കൂട്ടിയിട്ട് പോവുകയാണ്.
അത്രമാത്രം വേദനകൾ സഹിച്ചുകൊണ്ട് ഈ പണമുണ്ടാക്കി ഇനിയുള്ള 7 വർഷം നിങ്ങൾ സമ്പാദിച്ചത് എവിടെയുണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ? 7 വർഷത്തെ ആഗോള യുദ്ധമുണ്ടായിരിക്കും കർത്താവ് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന നാളിൽ തൻ്റെ ജനത്തെ എന്തു സംഭവിക്കുന്നത് നിന്നോട് പറഞ്ഞുതരാം. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും. ദേവാലയത്തിന് ചെറുമേൽ വിനാശനം മ്ലേച്ഛത വരും. ഇതൊക്കെ കർത്താവ്. ദേവാലയത്തിന് ചെറുക് 1 എൻ്റെ ശരീരമാകുന്ന ദേവാലയം, 2 ഇന്നത്തെ പള്ളി സംവിധാനങ്ങൾ, അതെല്ലാം മ്ലേച്ഛതയുടെ സ്ഥലങ്ങളായി മാറിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുമ്പോൾ കർത്താവ് പറയാണ്. വീണ്ടും അവിടുത്തെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 10-ാം തിരുവചനം 11:10 അവിടെ ഇങ്ങനെ പറയാണ്, അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അവർ ഇരച്ചു കയറും. അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധമെത്തും. അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വിചാരിക്കും ഗൾഫിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, അങ്ങനെ ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് യുദ്ധത്തിലുള്ളത്, ഇറാൻ ഇപ്പോൾ തോൽപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർ രാഷ്ട്രങ്ങൾ നമുക്കെതിരെ, ഓരോ രാഷ്ട്രങ്ങൾക്കുമെതിരെ തൻ്റെ എതിർ രാഷ്ട്രങ്ങളിലേക്ക് ഇരച്ചു കയറുമെന്ന് കർത്താവ് ആ സമയത്തിലേക്ക് നമ്മൾ അടുത്തു നീങ്ങുകയാണ്. അത് 2027 കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ സംഭവം നടക്കും. അത്രമാത്രം വേദനയും ദുഃഖവും ദുരിതവും നമ്മുടെ തമ്മിൽ വരാൻ കാത്തിരിക്കുമ്പോഴും നാം പണത്തിന് പുറം നിൽക്കാതെ ഇപ്പോൾ ഉള്ള ജോലി രാജിവെച്ച് തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന് അല്പം കൃഷിസ്ഥാനത്ത് ശാന്തമായി ജീവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, ഈ ധ്യാന ക്ലാസ് കേട്ടൊരുങ്ങാൻ, വിശുദ്ധി കൊണ്ട് നിറയാൻ, പരിശുദ്ധാത്മാ കൊണ്ട് നിറയാൻ, ആത്മീയ ഫലങ്ങൾ ചൂടാൻ നമുക്കിനിയും ഉത്സാഹം വരുന്നില്ലെങ്കിൽ ഇത്രയൊക്കെ ക്ലാസ്സുകളിൽ കൂടെ പറഞ്ഞു ഒരുങ്ങിയിട്ടും ഇത്രയൊക്കെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടും പ്രിയപ്പെട്ടവരെ, ആളുകളുടെ എണ്ണം ചുരുങ്ങുമ്പോൾ നാം എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തൊരു മനുഷ്യന് ഒരു നിത്യത വേണ്ട. ഈ ലോകത്ത് നിങ്ങളുടെ സ്വർഗരാജ്യം വേണ്ട. ഈ ലോകത്തെ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട. ഈ ലോകത്തിലെ ഒരു ദൈവിക സംവിധാനങ്ങളോ ധ്യാനങ്ങളോ കുമ്പസാരങ്ങളോ ഒന്നിനും ഞങ്ങൾ വില കാണുന്നില്ല. അതൊക്കെ ആത്മീയ തലം, അതൊക്കെ മാറി നിൽക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ട സമ്പത്താണ്, പണമാണ്, സ്ഥാനമാനങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നെട്ടോട്ടം ഓടുന്നത്. അതുകൊണ്ട് ഈ സഭാ സംവിധാനങ്ങൾ, സഭയുടെ അല്ലെങ്കിൽ വിശദീകരണ പ്രക്രിയകൾ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ലോകം മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് ഓർപ്പിക്കുകയാണ്, അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറും. ഇനി ജെറുസലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ആഹ്വാനം ചെയ്യുന്ന കാലഘട്ടം അടുത്തു നിൽക്കുമ്പോൾ അവർ രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറിക്കൊണ്ട് വലിയ ആഗോള യുദ്ധത്തിൻ്റെ 3-ാം ലോക മഹായുദ്ധം നമ്മെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട. അതിനാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് പരിശുദ്ധി നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധി നിറഞ്ഞ് പരിശുദ്ധാത്മ ഫലം ചൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. കാരണം നമ്മുടെ തൊട്ടുമുമ്പിലുള്ളത് ഇനി ഒരു ഭാവി ജീവിതമല്ല. നമ്മുടെ തൊട്ടുമുമ്പിലുള്ള ഭാവിയിൽ നമുക്ക് എന്താ സംഭവിക്കാൻ? ഒരു മരണത്തിൻ്റെ കവാടം നമുക്കായി തുറക്കുന്ന പശ്ചാത്തലം, പെട്രോൾ ഡീസൽ ഇല്ലാതെ ഭക്ഷണം വരുന്ന ആ വേദനയുടെ കാലഘട്ടം. അവിടെ നമുക്ക് സംരക്ഷണം തരാൻ, രക്ഷ തരാൻ, നിത്യത തരാൻ, നിത്യസന്തോഷം തരാൻ, നമ്മളെ ഉയർപ്പിക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, മരിക്കാതെ അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ വാഹനങ്ങൾ എടുത്തുകൊണ്ട് തൻ്റെ നിത്യപിതാവിൻ്റെ പക്കലേക്ക് പറക്കുവാൻ കർത്താവ് വരുന്ന കാലഘട്ടം ആ സമീപത്തെത്തി നിൽക്കുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ആ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിലാണ് നാമുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവർ, ഇനിയെങ്കിലും നിങ്ങൾ വിശുദ്ധിക്കും പരിശുദ്ധിക്കുമായി വളരെ ശക്തമായ ധ്യാന ക്ലാസ്സുകളിലേക്ക് വരിക. അതിനായിട്ട് എന്തു വിലയും കൊടുക്കുക, അതിനുവേണ്ടി സമയം കൊടുക്കുക, അതിനുവേണ്ടി ലീവ് എടുക്കുക, അതിനായി പണവും പശ്ചാത്തലവും മുടക്കുക, അതിനെ സമയം കണ്ടെത്തുക. അങ്ങനെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് വ്യക്തമായ ആത്മീയ കാഴ്ചപ്പാട് സമ്പാദിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നാം ബബാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് വരും. അത് നമ്മുടെ തന്നെ നാശമായിരിക്കും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഗൾഫിലെ യുദ്ധം നാളെ തീരുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അതടുത്ത ഘട്ടത്തിലേക്ക് മാറി ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു മാസമോ 1.5 മാസമൊക്കെ ഒരു ആശ്വാസമോ അല്ലെങ്കിൽ ഒരു വിമാന സർവീസ് പുനഃസ്ഥാപിക്കുകയോ ചെയ്താൽ പോലും അതുണ്ടാകുന്നല്ല. ചെയ്താൽ പോലും അതിൻ്റെ ശക്തിയായിട്ട് അടുത്ത ഘട്ടത്തിലെ സംഭവം യുദ്ധം നടക്കുകയുള്ളൂ. അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് യേശുവിൻ്റെ കൂടെ ആയിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അനേക വ്യക്തികൾ അന്യമതസ്ഥർ, ക്രിസ്തു മതത്തിലല്ലാത്ത അന്യമതസ്ഥർ അവർ പലപ്പോഴും ചോദിക്കാറുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ചിലർ ചോദിച്ചിട്ട് കൊടുത്ത മറുപടിയാണ്, ഒറ്റ മറുപടി ഞാൻ കൊടുത്തിട്ടുള്ളൂ. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നോ യേശു ക്രിസ്തു ബദലക ജനിച്ചുവെന്നോ അദ്ദേഹം ദൈവപുത്രനായിരുന്നെന്നോ അത്ഭുതമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ യേശു ക്രിസ്തുവാണ് മനുഷ്യരുടെ പാവങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ക്രൂശിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങി മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവം. മറ്റൊരു ദൈവം ഈ ലോകത്ത് ഒരിടത്തും ഇന്നേ വരെ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ശാസ്ത്രീയ സത്യങ്ങളിലോ തത്വസംഹിതകളിലോ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള
രാജാക്കന്മാരിലോ രാജ്യങ്ങളിലോ ഭരണാധിപന്മാരിലോ അല്ലെങ്കിൽ തിയോളജിയിലോ ഫിലോസഫിയിലോ ഒരിടത്തും ഒരു അന്യദൈവത്തിൻ്റെ ഒരു സ്ഥലത്തും യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ അറിയപ്പെട്ടിട്ടുള്ളൂ. മറ്റു മതങ്ങളിലൊന്നും കർത്താവ് യേശുക്രിസ്തുവാണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു പോയിന്റ് ഇതേ ഉള്ളൂ. അത് സ്ഥാപിച്ചെടുക്കുകയില്ല. അത് യാഥാർത്ഥ്യമാണ്, സത്യമായിട്ട് സംഭവിച്ച കാര്യമാണ് അത്. അതായത് മനുഷ്യൻ്റെ തിന്മയും പാവവും രോഗവും പീഡയും സ്വന്തം ശരീരത്തിൽ വെച്ച് മാംസകഷ്ണങ്ങൾ ശരീരത്തെ മാന്തി പറിച്ചപ്പോഴും രക്തം ചിന്തി മരിച്ചപ്പോഴും പിതാവ് ഇവർ ചെയ്യുന്ന അറിയുന്നില്ല, എന്നെന്ന് അറിയുന്നില്ല പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ച്, അവർക്ക് വേണ്ടി മരിച്ച് ഉയർപ്പിക്കപ്പെട്ട ഒരേ ഒരു ക്രിസ്തു, ഒരേ ഒരു ദൈവം അത് യേശു ക്രിസ്തു മാത്രം. അത് കുരിശിൽ തൂങ്ങി മരിച്ച് മനുഷ്യന് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഒരേ ഒരു ദൈവം ക്രിസ്തുവാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമുക്കൊരു നിത്യതയും നിത്യരക്ഷയും ഉണ്ടാവുകയുമുള്ളൂ പ്രിയപ്പെട്ടവരെ. കാരണം മറ്റൊരു ദൈവത്തിലും ആ പ്രത്യേകത കാണാൻ പറ്റുകയില്ല. മറ്റൊരു തത്വസംഹിതയിലും ഈ യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന ഏകസത്യ പരമദൈവമായ ആ യേശു ക്രിസ്തുവിലേക്ക് നാം വരുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചെന്നും കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടുവെന്നും അവിടുന്ന് 3 നാളുകൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റെന്നും ഇനി തൻ്റെ പൊന്നോമന മക്കളെ നിത്യത്തിലേക്ക് ചേർക്കുവാൻ സ്വർഗത്തിലേക്ക് പോകപ്പെട്ട യേശു വീണ്ടും വരുമെന്നും തന്നെയും കൂട്ടി നിത്യത്തിലേക്ക് പോകുമെന്നും വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ നാം അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആദരത്തിൽ ഏറ്റുപറയുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിത്യരക്ഷയുണ്ടെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പരമസത്യം, ആ പരമനിഗൂഢ രഹസ്യം, ആ പരമയാഥാർത്ഥ്യം, ആ സത്യമായ തെളിവുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ലോകം ചരിത്രത്തിൽ എഴുതപ്പെട്ട ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും കുരിശിലെ മരണവും കുരിശിൽ നിന്ന് ഉയർത്തുന്നതിൻ്റെ അവസ്ഥയുമാണ്. അതിനാൽ പരിസരങ്ങളെ അന്യമതസ്ഥരായാലും കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള ഏത് മതസ്ഥരായാലും ഏത് ഭാഷക്കാരായാലും ഏത് ജാതിയായാലും ജാതി മത വർണ്ണവർക്കും ഒന്നുമില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നും എൻ്റെ പാപങ്ങളും തിന്മകളും ആ യേശുവിൻ്റെ ശരീരത്തിൽ ആവഹിച്ചെടുത്ത് മരണവും 3 ദിവസം മരണത്തിന് വിധേയപ്പെട്ട് ഭൂമിക്കുള്ളിൽ പാതാളങ്ങളിൽ ഇറങ്ങി അതിനുശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം നിത്യത്തിലേക്ക് ഉയർത്തു എന്നും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടിൽ പറയപ്പെട്ടതിന് കാരണം ആ ഒരു സംഭവം നടന്നത് ഈ ഒരു ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം നടന്നത് ഈ ഒരു ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു ദൈവത്തിൽ മനുഷ്യ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് മനുഷ്യകുലത്തിന് നിത്യരക്ഷ എന്ന പരമസത്യം യേശു ക്രിസ്തു നേടിക്കൊടുത്തത്. മറ്റൊരു ദൈവത്തിന് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ചരിത്ര സത്യമായിട്ട് ചരിത്രത്തിൽ ലോകത്തിൽ എവിടെ നോക്കിയാലുമുള്ള ഒരേ ഒരു സംഭവം ഇത് മാത്രമേ. അതിനെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ഏകസത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തു എന്നെ രക്ഷിച്ച ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എന്നെ രക്ഷിച്ച ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ്. അതിനെ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ക്ലാസ് ഒരുങ്ങുന്ന നമുക്ക് യേശുവിൻ്റെ വരവിനായിട്ട് ലോകത്ത് യുദ്ധം നടക്കും, ക്ഷാമം ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, വലിയ ദുരന്തങ്ങളുണ്ടാകും, വലിയ പട്ടിണി വരും. അപ്പോഴും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്ന വ്യക്തികളെ കർത്താവ് പറയുന്നുണ്ട്. വെളിപാട് 3:10 സകല ഉപവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകേണ്ട പരീക്ഷകളുടെ സമയത്ത് നിന്നെ എന്നിടത്ത് പേരെടുത്ത് പറയണം, നിന്നെ സംരക്ഷിക്കും. എന്തെന്നാൽ നീ എൻ്റെ വചനം പറഞ്ഞ യേശു അല്ലെങ്കിൽ യേശുവിൻ്റെ നിയമങ്ങൾ, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വിശുദ്ധി നീ കാത്തു സൂക്ഷിച്ചു, അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കും. ആ ഒരു വാഗ്ദാനം നമുക്കൊരു വലിയ ആശ്വാസമേകുന്ന വാഗ്ദാനമാണ്. ഏശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലും മറ്റ് സുവിശേഷത്തിലും ഒക്കെ മറ്റ് പല വാഗ്ദാനം പറയുന്നുണ്ടെങ്കിലും ഇത്ര മഹത്വമാർന്ന ഒരു വചനം നമുക്ക് മറ്റൊരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല. വെളിപാട് 3:10. അതിനാൽ ഈശോയുടെ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഒരുങ്ങാം. അതിനായൊരു വിശുദ്ധീകരണ പ്രക്രിയയാണ് നമുക്ക് ആവശ്യം. എങ്ങനെയാണ് നമ്മൾ കയറി കൂടി ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നത്, എങ്ങനെയാണ് പൈശാചികളെ നമ്മൾ വിട്ടൊഴിവാകുന്നത്, എങ്ങനെയാണ് രോഗപീഠകൾ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് പൂർവ്വപിതാക്കന്മാരുടെ ശാപത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ ശാപം എന്ന് പറയുന്നത് നമ്മുടെ ഭവനത്തിൽ ഉണ്ടോ എന്നുള്ളൊരു തെളിവ് സഹിതം പ്രിയപ്പെട്ടവരെ പിന്നീട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊക്കെ സത്യമാണ്, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. അതുപോലെ മരണശേഷം നിത്യത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം വിശ്രമത്തിലുണ്ട്. എന്നാൽ കർത്താവായ യേശു കൂടെ ആയിരിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടേണ്ടില്ല. യേശു സംരക്ഷിക്കും, ജീവിച്ചിരുന്നാലും സംരക്ഷിക്കും, നിത്യത്തിലേക്ക് ഈ ലോകത്ത് കടന്നുപോയാലും സംരക്ഷിക്കും. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത. അതിനാൽ യേശു ഉണ്ടാകത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. സമൃദ്ധമായി യേശു നമ്മെ ഓരോ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.